നമസ്കാരം. കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നാർസിസ്റ്റ് റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ട്, ആ പേഴ്സണാലിറ്റി പ്രശ്നത്തിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും വീഡിയോ ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 1-2 വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാർസിസ്റ്റ് എന്നല്ല, ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞത്, നമ്മൾ ഡീപ്പായിട്ട് ഇതിലേക്കും പോകുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഡീപ്പിനെ നാർസിസ്റ്റിൻ്റെ റിലേഷൻഷിപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം നമ്മുടെ നോർമൽ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ വേറൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്നത് ബേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ചൂണ്ടയിടുക എന്ന് പറയും. അത് നാർസിസ്റ്റ് റിലേഷൻഷിപ്പുകളിൽ എങ്ങനെയാണ് ബേറ്റിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പുകളിലും ബേറ്റിംഗ് എന്ന് പറയുന്ന സംഗതിയും നാർസിസ്റ്റിലാകുമ്പോൾ കുറച്ചും കൂടി അതൊരു ഹെവി ആയിട്ടാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാർസിസ്റ്റ് റിലേഷൻഷിപ്പ് എന്താണെന്ന്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു അറിവ് കിട്ടിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം നമ്മൾ ഇവർ നമ്മളുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡീപ്പൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിനി ഇവരുടെ അടുത്തേക്ക് അധികം പോകുന്നില്ല. ഇവരെനിക്ക് പ്രശ്നക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു ബൗണ്ടറി നമ്മൾ സ്ട്രോങ് ആയിട്ട് വെക്കും അല്ലേ. നമുക്ക് ഇനി ഈ റിലേഷൻഷിപ്പിലേക്ക് വേണ്ട, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് വെക്കും. അപ്പോൾ സ്ട്രോങ് ആയിട്ട് വെക്കുന്ന സമയത്ത് ഇവർ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമ്മളുടെ അടുത്തേക്ക് വരും. അവിടെയാണ് ഈ ബീറ്റിംഗ് വരുന്നത്. ചൂണ്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് പോകും. അതെങ്ങനെയാണ് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പുകളിലെ ഈ ബീറ്റിംഗ്, നമ്മൾ നാർസിസ്റ്റ് റിലേഷൻഷിപ്പുകളിലൊക്കെ ആകുമ്പോൾ, നാർസിസ്റ്റുകളാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളൊരു വീഡിയോസ് കണ്ടു മാത്രമല്ല കേട്ടോ, നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട നടപടികൾ എടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നാർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെയൊന്നും കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. അവരുടെ ഭാഗത്ത് എപ്പോഴും ശരിയെന്ന് വിചാരിക്കണവരാ. ഇമോഷണലി അപ്പുറത്തെ ഒരാൾ വീക്കാകുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു സെൻസിറ്റീവായ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് പോകും. ഇവരിങ്ങനെ കെയർ ചെയ്യണതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിൽക്കും. ഇവർക്കിങ്ങനെ ആധിപത്യമൊക്കെ വേണം എന്നുള്ളവരാണ്. എല്ലാറ്റിൻ്റെയും മേലിൽ ഇവരാണ് ഒരു സംഭവമാണ് എന്ന രീതിയിൽ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവരുടെ അടുത്തേക്ക് പോകണ്ട, ഇവരെൻ്റെ അടുത്തേക്ക് ഇമോഷണലി എന്ത് പറഞ്ഞാലും ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഞാൻ ഇനി ആവശ്യമില്ലാതെ റിപ്ലൈ ഒന്നും കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് വരികയാണ് അവരുടെ അടുത്തേക്ക് പോകാതെ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ എൻഗേജ് ചെയ്യുന്നില്ല, നമ്മളൊന്നും പേഴ്സണലൈസ് ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചെടുക്കാം. അപ്പോൾ അവരെടുക്കുന്ന പരിപാടിയാണ് ഈ ബീറ്റിംഗ്. ചൂണ്ടിയിട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ ആളിനെ ഓക്കെ ആക്കി എടുക്കുക. അതിന് പല രീതിയിലുണ്ട്. സ്റ്റോൺ വാളിംഗ് ഉണ്ട്, ഹോവറിംഗ് ഉണ്ട്, അങ്ങനെ പല രീതിയിലും എടുക്കും. എന്താണ് ഹോവറിംഗ് എന്ന് പറയുന്ന സമയത്ത് ഹോവറിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണെങ്കിലും അത് ഇത്രയേ ഉള്ളൂ. റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, നീ അങ്ങനെയാണ്, നമ്മളൊരു മൊത്തത്തിലൊരു കള്ളത്തരായിരിക്കും, ഒരു അഭിനയിക്കുക അങ്ങോട്ട്. ആ അപ്പുറത്തിരിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് അവർക്ക് വിഷമം തോന്നും, അയ്യോ പാവം എന്നെ അത്രയും സ്നേഹിച്ചിട്ടില്ല, ഞാൻ ഇല്ലാണ്ട് എങ്ങനെ പറ്റുക, അങ്ങനത്തെ രീതിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്നുണ്ട്. നമ്മളോട് പറയും, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ നിനക്ക് പ്രശ്നമുണ്ട്, നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനതാണ് ഉണ്ടാവുന്നത്, ഇപ്പോൾ നിൻ്റെ ഈ പ്രോബ്ലം ഇങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ നിന്നത്. പലപ്പോഴും നീ ഇങ്ങനെയാണ്, നിനക്ക് പല കാര്യങ്ങളും ഡിസിഷൻ എടുക്കാൻ അറിയില്ല, അതുകൊണ്ട് നിന്നെ പലരും പല രീതിയിൽ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യും, അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടൊക്കെയാണ് നിന്നത്. അപ്പോൾ നമുക്ക് എന്താ തോന്നുക, ഓ ഇവരെന്താണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ, ഇത്തരത്തിലുള്ള പല സാധനങ്ങളും കൊണ്ടുവരും. പിന്നെ വളരെ ഈ മോശമായ രീതിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടും പറഞ്ഞിട്ട് നമ്മളെ ഇമോഷണലി അങ്ങോട്ട് നല്ലപോലെ വീക്കാക്കും. നമ്മളങ്ങോട്ട്. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നങ്ങോട്ട് തിരിച്ചു പറയില്ല. നിങ്ങൾ എന്നെ കുറേ നേരമല്ലോ പറയണം, എനിക്കിങ്ങനെ എന്തിനാ ഇങ്ങനെ ചെയ്യിക്കുന്നത്, ഞാൻ മിണ്ടാതിരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് അതിൻ്റെ ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ പറയും, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നിനക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്ത കാരണമുണ്ടോ നിനക്കിപ്പോൾ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല. അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ വോയിസ് ഉണ്ടാവും, അവർ പറയും, അതിൻ്റെ അർത്ഥം നീ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തോന്നും, ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാനിതിനെ അനുഭവിക്കണേ, ഞാൻ എന്തായാലും ശരി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇവരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അവർ നമ്മളതിനെ ചൂണ്ടിയിട്ടിട്ട് പിടിക്കുകയാണ്. നമ്മൾ ഓരോ രീതിയിലാണ് അവരതിനെ കൊണ്ടുവരുന്നത്. പല മെത്തേഡ്സിൽ പ്രകാരം അവരതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ഗ്യാസ് ലൈറ്റും ചിത്രം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തിൻ്റെ കംപ്ലീറ്റ് റീസണും നമ്മളാണ് എന്നുള്ള മട്ടിലേക്ക് നമ്മളെ അവർ കൊണ്ടുവരും ചിലത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവരോട് തിരിച്ചു പറയണില്ല, ഒന്നും മിണ്ടുന്നില്ല, നമ്മളൊരു ബൗണ്ടറി വെച്ച് മാറി നടക്കുകയാണെന്നൊക്കെ ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഈ സ്റ്റോൺ വാളിംഗ് ആണെങ്കിലും ഹിയറിംഗ് ആണെങ്കിലും ഇങ്ങനത്തെ പല മെത്തേഡ്സ്, സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന രീതിയിലേക്ക്, ഭയങ്കര പശ്ചാത്താപമുണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചതിൽ നിൻ്റെ അടുത്തേക്ക്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീയാണ് ഏറ്റവും കൂടുതൽ ഈ
കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് അവർക്കായിരിക്കും അതിൻ്റെ മുകളിൽ. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫ്രണ്ട്സിനോട് ഓഫീസിലുള്ള ആൾക്കാരോടൊക്കെ നിന്നെക്കുറിച്ചിട്ട് ഞാനത് പറയുള്ളൂ, നിൻ്റെ വീട്ടിലേക്ക് പറയുള്ളൂ, നീ ഇങ്ങനത്തെ ആളാണ്, നീ ഇന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഭീഷണി മാതിരി അങ്ങോട്ട് കൊണ്ടുവന്ന് പറയണ്ട. ഒരു ഭയം, ഫിയർ ഫാക്ടർ ഉണ്ടാക്കി കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെ വെച്ചിട്ട് മുതലെടുക്കുന്നവരുണ്ട്. മറ്റുള്ളവരോട് പറയുമ്പോൾ നീ ഇങ്ങനത്തെ ഒരാളെന്നൊക്കെയാണ് പറയാം, ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ പറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നന്നാണെങ്കിൽ നമ്മുടെ അടുത്ത് അവർ പെരുമാറുന്ന രീതി അല്ല മറ്റൊരാളുടെ അടുത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ അവർ വിശ്വസിക്കുമോ ഇനി പറയുമ്പോൾ അയാളെക്കുറിച്ചിട്ട് നല്ല അഭിപ്രായമല്ല, അല്ലെങ്കിൽ അവളെക്കുറിച്ച് നല്ല അഭിപ്രായം എല്ലാവർക്കും. അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയല്ലേ വിചാരിക്കാം. അപ്പം നമുക്ക് എന്താ അവിടെ നമുക്ക് ആ തോട്ട് വരും തോറും നമുക്ക് ഡൗട്ടായി, അയ്യോ നമ്മളെ കുറിച്ചിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊരു ലെവൽ, ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ടാവും. അപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടി സംസാരിച്ചിട്ട് വളരെയധികം കൃത്രിമത്വം കാണിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അവർക്ക് നമ്മളോട് അത്രയും സ്നേഹമുണ്ട്, അവർക്ക് നമ്മളില്ലാണ്ട് പറ്റില്ല, അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇത് പറ്റിയതാണ് എന്നൊക്കെ രീതിയിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുവരുന്ന കാണുമ്പോൾ അറിയാതെ എന്ത് ചെയ്യും, ഈ പഴയ ഇഷ്ടങ്ങളും കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് എന്താകും, ചില ഇതുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് പോരാൻ പറ്റേണ്ട അതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ നമ്മളില്ലെങ്കിൽ അവർക്ക് പറ്റില്ല, അവർക്ക് ബുദ്ധിമുട്ടാവും, അവർക്ക് നമ്മൾ വേണം എന്നൊക്കെ നമ്മളിങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ ചെയ്യിപ്പിച്ച് അങ്ങനെ രീതിയിലാണ് അവർ കൊണ്ടുവരിക. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഓക്കെ ശരി ഞാൻ അങ്ങോട്ട് ഇതാവും. അപ്പോൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് പിടിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇവരുടെ ഒരു മെത്തേഡ്. ഇത് ഏത് റിലേഷൻഷിപ്പിലും ഇങ്ങനെ ചൂണ്ടിയിടുന്ന രീതികളുണ്ട്. പക്ഷെ ഭയങ്കര ഹെവി ആയിരിക്കും ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഹെവി ആയിരിക്കും. മറ്റുള്ള ആൾക്കാർ നമുക്കറിയില്ല, ചൂണ്ടിയിട്ട് കൊണ്ടുവരുന്നതിലും ഏതൊരു വഴക്കിലും നമുക്കറിയാം, ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് പറയും, മറ്റുള്ളത് അറിയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാം. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വരുന്ന അറിയില്ല, കാരണം അതിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കൊണ്ട് പറഞ്ഞ് നമ്മളുടെ ഇമോഷണൽ ലെവലിനെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ പേഴ്സണലൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, നമ്മളത് കൊണ്ടുവരാതിരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള ചില സമയത്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആൾ നമുക്ക് നമ്മുടെ ഒരു ഹെൽത്തി ഒരു ഇതുണ്ടായിരിക്കണം. ചിലപ്പോൾ ഇവർ പറയും ഇവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കും, അതിന് കാരണം നിങ്ങൾ ഒറ്റ ആളാണ്, നീ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇവരങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങളിൽ. കാരണം നമ്മളുടെ ഒരു റിസ്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. ഹോസ്പിറ്റൽസിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നൊരു കാര്യം തന്നെയാണ്. അവിടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ചില ഡിസോർഡേഴ്സിൽ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം അവരെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതല്ല. പിന്നെ നമ്മളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതായത് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുക. അതായത് ആരെങ്കിലും നമ്മളെ കിടന്ന് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിലങ്ങോട്ട് പെട്ടിട്ട് ചാടരുത്. മീനെ ഇങ്ങോട്ട് ചൂണ്ടയിൽ കുടുങ്ങണ മാതിരി നമ്മുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് ചൂണ്ടയിട്ട് തരുമ്പോൾ നമ്മൾ ചെന്ന് ചാടരുത്. അപ്പോൾ വല്ലതും പറഞ്ഞ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും, ഓഫ് എന്തിനായിരിക്കണം ഇങ്ങനെ ഇത്രയ്ക്കൊക്കെ പ്രശ്നമോ, ഞാൻ കൊടുത്തിട്ട് എന്നെ എന്താ ഇങ്ങനെ പറഞ്ഞ, അങ്ങനെ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ഈ ഭൂമി വളർന്ന് താഴോട്ടേക്ക് പോകാമെന്ന് പറയില്ല, അമ്മാതിരി താഴത്തേക്ക് കൊണ്ടും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാവുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ സോ പ്ലീസ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ നാർസിസിസ്റ്റ് ആണെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ബീറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈലിൽ ചൂണ്ടയിടുമ്പോൾ ഇങ്ങനെയൊക്കെ പലതും വരും, ഇത് പല രീതിയിൽ വരും. അപ്പോൾ ഇതെല്ലാവരും നോക്കേണ്ടത് ഈ രീതിയാണ്. അപ്പോൾ അതിലേക്ക് ചെന്ന് ചാടിയിട്ട് പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുക. നമുക്ക് ഓക്കെ അല്ലാത്തതിനോട് ഓക്കെ അല്ല എന്ന് പറയാം. വേണ്ട സമയങ്ങളിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് വീഡിയോസൊക്കെ കിട്ടാത്തത് ചിലപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, അതൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല, നിങ്ങൾ വീഡിയോസൊക്കെ കാണണം, എന്താണ് അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയണം, എന്നാലും നമുക്ക് വീഡിയോ പിന്നെയും ചെയ്യാൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫോർ ഓൾ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, ലവ് യു ഓൾ.